ടൈറേനിയൻ സീയുടെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് സലേർണോ എന്ന് പറയുന്ന ആ കോസ്റ്റൽ റീജിയൻ്റെ അങ്ങ് അകലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇത് സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. നമ്മളിന്ന് റോം എന്ന എറ്റേണൽ സിറ്റിയിൽ നിന്ന് നല്ല ഇറ്റലിയിലെ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റൽ വ്യൂസ് ഉള്ള സലേർണോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ രാവിലെ ഇവിടെ തിബുർത്തീര എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി ഒരു കാപ്പിയെ കുടിച്ച് എല്ലാം പെട്ടെന്ന് റഷായിരുന്നു. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ ഫ്ലിക്സ് ബസ്. ഞങ്ങളിപ്പോൾ ട്രെയിനല്ല ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. ട്രെയിനല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ബസ്സിനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തിബുർത്തീര സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ബസ് ടെർമിനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്ലിക്സ് ബസ്, ഇവിടെ ഇത്താ ബസ്, ഇത്തരം ബസ്സുകളുടെയൊക്കെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോണത് ഇതുപോലത്തെ ഒരു ബസ്സിലാണ്, ക്ലേവണത്തി ബസ് എന്ന് പറഞ്ഞൊരു ബസ്സിനകത്താണ് പോണത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലായിട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കാണിക്കണ്ടേ? കയറിയാലോ? Non lo so, io non so, non l'ho vista, però. Ok. Vedete là? Dov'è? Ah, sì. Qui. No, sì, questo comunque va a Salerno. Sì. Ho scritto Però- lì, guarda. അപ്പൊ ഞങ്ങൾ ആ കൺഫ്യൂഷൻ ആയിട്ട് നിന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഒരാളോട് സംസാരിച്ച് ഇത് തന്നെയാണ് ബസ് എന്നുള്ളത് ഉറപ്പ് വരുത്തിട്ടോ. സീറ്റ്സ് അവൈലബിലിറ്റി ഉണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല. നേരെ കയറി ബാക്കിൽ പോയി നോക്കാൻ നമുക്ക്. ആൾക്കാരാണല്ലോ. ഇവിടെ ഉണ്ടായി. അപ്പൊ നമ്മള് ബസ് എടുത്ത് ബസ്സിൻ്റെ അകത്ത് കയറി അകത്തിരിക്കാറുണ്ടാവും. ഈ ബസ്സിൽ 3 മണിക്കൂർ നമ്മൾ ഇരിക്കണം സലേർണോട്ടാൻ വേണ്ടിയിട്ട്. ട്രെയിനിലാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ 2.5 മണിക്കൂർ മതി. അപ്പോൾ നമ്മൾ ബസ് ട്രെയിൻ ടിക്കറ്റ്സ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര പൈസയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്തിട്ടുള്ളത്. ബസ് ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടും. അപ്പം ഈ ബസ് 9 മണിക്കൂറിൻ്റെ ഡിപ്പാർച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ സലേർണോയിൽ മോണ്ടെ പില്ലിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അപ്പോൾ ഒരുപാട് പാസഞ്ചേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിനിടയിൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാനും എലീസിൻ്റെ ഇവിടെ ഒരു വിൻഡോ സീറ്റൊക്കെ തപ്പി ലാസ്റ്റ് പുറകിലെത്തിക്കുന്ന ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുക. അതുപോലെ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ സീറ്റ് ഒഴിവുണ്ട്. ഫ്രണ്ടിലൊക്കെ നിറച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുവാണ്. ഇനി 3 മണിക്കൂർ നമ്മൾ ഈ ഒരു ബസ്സിലാണ്. അപ്പോൾ ഇടയിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കും. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ഇനി സലേർണോയിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് നൊച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമ്മൾ ബോംബൈ
അതുപോലെ തന്നെ കസേർത്ത, ബോംബെ, അതുപോലെ പഗാനി എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ നൊച്ചറ എന്ന് പറഞ്ഞ ഏരിയയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റോടെ ഉണ്ട് നമുക്ക് സലേർണോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോഴും 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റിൽ ഇൻ ദ ബസ്സാണ് ഗൈസ്. എൻ്റെ ഹെലീസ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു. മേ ബി ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഞങ്ങളിപ്പോഴും ബസ്സിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ബസ്സൊക്കെ വലിയ മലകളും കാര്യങ്ങളും സംഭവം എല്ലാം കംപ്ലീറ്റ് ഹില്ലി ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഈ ഹില്ലി ഡെസ്റ്റിനേഷൻ്റെ കൂടുതൽ തന്നെ തൊട്ടടുത്ത് മറ്റേ ഈ പറഞ്ഞ ബീച്ചും. ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മൾ ശരി ഇവിടെ ബീച്ച് ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് തോന്നത്തൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ തീരുന്നില്ല. നമ്മൾ പുറത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഇപ്പം അതുപോലെ കടലിൻ്റെ അടുത്തേക്കുള്ള സലേർണോ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് പോണേ. കണ്ടാ ഇവിടെ നമുക്ക് ഇവിടെ വരെ എത്തണം. ഇനി വലിയ അപ്പുറം ഇപ്പുറം വലിയ മലകൾ, ഇതിൻ്റെ നടുക്കുന്ന വഴി കൂടെയാണ് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലകൾ വന്നിട്ട് നിൽക്കണമെന്ന് ഈ എന്താ പറയുക സൺലൈറ്റ് പോലും ഇങ്ങോട്ടേക്ക് എത്താനുള്ള അത്രയ്ക്കും ഉള്ളിൽ ഈ ഒരു പോർഷൻ നിൽക്കണം. അങ്ങോട്ടേക്കുള്ള ചെറിയ വെളിച്ചമുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇരുട്ട് ഇങ്ങനെ ആ ഒരു മുകളിൽ നിൽക്കണേ. അപ്പോൾ സ്ഥലമൊക്കെ അറിയപ്പോൾ ആളുകളെല്ലാവരും പലരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. പുറത്ത് നല്ല കാറ്റും തണുപ്പുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എനിവേ ഇനി പയ്യെ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം നമുക്ക്. ഓക്കെ, ടൈറേനിയൻ സീയുടെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുണ്ടോ. നമ്മൾ ഓൾമോസ്റ്റ് സലേർണോ എന്ന് പറയുന്ന ആ കോസ്റ്റൽ റീജിയൻ്റെ അങ്ങ് അകലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്ഥലത്തേട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇതൊരു കിട്ടിലും വ്യൂ ആണ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷ പോളി സംഭവം എന്നാണ് തന്നെ പറയണം. നമ്മൾ വന്ന ബസ് ഇതാണ്ട്. നമ്മളങ്ങനെ സലേർണോയിലെ പ്യാച്ച മോന്തപ്പെല്ലിയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്യാച്ചയുടെ തൊട്ട് പുറകിൽ ഇവിടെ ഒരു ചെറിയൊരു കുട്ടികളുടെയൊക്കെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് അങ്ങോട്ടുമൊക്കെ ഉണ്ട് മലകളെ പിന്നെ കാണണം മൊത്തം. അപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ എല്ലാ ആൾക്കാരെ പോലെ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് എടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിൽ അങ്ങോട്ടേക്ക് പോകണം. ബസ് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 18 മിനിറ്റ് ആ റേഞ്ചൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ബസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തല്ലേ ഈ സ്റ്റോപ്പ്, 4-5 സ്റ്റോപ്പ് കാര്യങ്ങളെന്താണ്ട് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ വന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിയോണത്തി ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സിൻ്റെ അകത്താണ് ഞങ്ങൾ റോമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ എടുത്ത് നമ്മളിവിടെ എത്താനുണ്ട്. നമ്മൾ 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് 12 ഇപ്പോൾ സമയത്ത് 12:30 ആയില്ലേ, 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ സലേർണോയിൽ ഈ പറഞ്ഞ പ്യാച്ച മോന്തപ്പെല്ലിയർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രോസിനോട് സെറോണ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അതുപോലെ കസേർത്ത, ബോംബെ, അതുപോലെ പഗാനി, പിന്നെ നൊച്ചറ, അത് കഴിഞ്ഞിട്ട് നേരെ സലേർണോ. അങ്ങനെയാണ് ഈ ബസ്സിൻ്റെ റൂട്ട്.
അപ്പോൾ ഇപ്പം നിലവിൽ സലേർണയിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ. ബീച്ച് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നല്ല കാറ്റും ഇതൊക്കെയാണ്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മുടെ റോം പോലെയല്ല, മൊത്തം കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഒരു കാലാവസ്ഥയും അറ്റ്മോസ്ഫിയർ ആളുകളൊക്കെ വേറെ രീതി, വേറൊരു സ്ഥലത്ത് നിത്യപോലെ. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയാണ്. റോട്ടിലൊന്നും ഒരു എന്താ പറയുക, ഒരു സാധനമില്ല, അത്രയ്ക്ക് നീറ്റാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നോട്ടീസ് ചെയ്യപ്പെടാനായിട്ട് കണ്ടൊരു സംഭവം. അപ്പോൾ കാരണം നമ്മൾ നിൽക്കുന്ന റൂമിൽ കൂടെ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ആ ചേഞ്ച് പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടും, എത്രത്തോളം വൃത്തിയും വ്യത്യാസമാണോ ഉള്ളതെന്നുള്ളത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വിളിച്ച് ഞങ്ങൾ നേരെ ഏതോ ഒരു ഊടുവഴിക്കടെയൊക്കെ കൊണ്ടുവരണ്ടേ, എങ്ങോട്ടേക്കാണെന്നല്ലോ. എല്ലാവരും ഏതെങ്കിലും മലയാളികളുടെ വീണ്ടും മുറ്റത്തായിരിക്കും പോയി നിൽക്കണ വെക്കാറ്. ഈ സ്റ്റെപ്പോ അയ്യോ കാറിലോ ദി അങ്ങനെ എന്തോ പറഞ്ഞൊരു വഴിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? ഈ സ്റ്റെപ്പ് വരെ പോകണോ? കാണിച്ചേ അങ്ങനെ സ്റ്റെപ്പ് വരെ വെളിയിലെത്തുമോ? ബാ എന്തായാലും വന്നാലേ സ്റ്റെപ്പ് വരെ പോവാം. ഇവിടെയൊക്കെ ഏതെങ്കിലും മലയാളി ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. അതെ അതെ, ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക്. അയ്യോ ആ അപ്പൊ ഇതൊരു അയ്യോ സിറ്റി എത്ര തട്ടടയാമോ, ഇതൊരു ക്ലിഫ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു സലേർണോവിനെ പറ്റി ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വയ്യ പറയാമെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വൺസ് നമ്മളൊന്ന് ഹോട്ടലിലൊന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ നിങ്ങളെ വിശദമായിട്ട് സലേർണ കാണിച്ചുകൊണ്ട് തന്നെ സലേർണയുടെ എല്ലാ കഥകളും പറയാം. ഓക്കെ, ആ അത് ഒരു മലയാളി വീടാന്ന് തോന്നുന്നു. ആ മേളിൽ കിടക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? റോമിലൊക്കെ നമ്മൾ എന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ ബസ്സിൻ്റെ ഒക്കെ ഫെർമാത്തകൾ എന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പ് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ? ഇവിടുത്തെ ബസ്സിൻ്റെ സ്റ്റോപ്പിൻ്റെ ഇതുണ്ടാവും, ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു സംഭവം. അപ്പോൾ അതിൽ ബസ് ഇറ്റാലിയ കമ്പാനിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അറ്റാക്ക് റോമ എന്നുള്ള സംഭവമല്ല റോമിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊവിൻസിലും മാറി കഴിയുമ്പോഴത്തേക്കും അവരുടെ കൊമ്മൂണയുടെ ആ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മേടിക്കണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെ ഓരോ കൊമ്മൂണിലും അവരുടേതായ സിസ്റ്റം ഉണ്ടാവും. എന്നുവെച്ചാൽ സർക്കാർ ബാക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇവിടുത്തെ ബസ്സും നമ്മുടെ റോമിലെ ബസ്സും രണ്ടും രണ്ട് ഇതാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചു വന്നത്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ബില്ലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തപാക്കിൽ പോയി കേട്ടോ. അല്ലേ ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ സലേർണയുടെ ബില്ലേറ്റി. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സലേർണോയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുപോലത്തെ ബില്ലേറ്റ് ആയിരിക്കട്ടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ റോമയിലെ ബില്ലേറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്, ഇത് വേറെ രീതിയിലാണ്. ഇവിടുത്തെ വേറൊരു ടൈപ്പ് ബില്ലേറ്റ്. €1.30 ഈ ഒരു ബില്ലേറ്റിക്ക് റേറ്റും വരുന്നത്. എന്താ അങ്ങനെ ഇരിക്കും. ഇത് ബസ് ഇറ്റാലിയ എന്നാണ് ഇതിന് പറയുന്നത്. മറ്റേ നമ്മുടെ അറ്റാക്ക് റോമ എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷെ നല്ലൊരു രസമുള്ള ബില്ലേറ്റ് ഇല്ലേ? നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞു. നമ്മൾ ഇതിൽ കയറാൻ പോകണം. ആണോ ഇരിക്കണേ. കുഞ്ഞു വഴികൾ. അതെ, ക്രിസ്മസിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരുപാട്.
അല്ലേ വഴി കൂടെ രസമുണ്ട്. രാത്രി ഇറങ്ങുമ്പോഴായിരിക്കും ഫുള്ള് ലൈറ്റ്സ്. നമ്മൾ വിചാരിക്കുന്നൊക്കെ കൂടുതൽ ലൈറ്റ് ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ബസ് വന്ന് ഇറങ്ങി ഇവിടുന്ന് നടക്കുവാണ്. ഇനി നമ്മുടെ താമസിക്കാനായിട്ട് എടുത്തേക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കണം. ഇവിടെ വന്നപ്പോൾ ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല സുഖം. എൻ്റെ പൊന്നെ. അങ്ങനെ മഞ്ഞ 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 വാ. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ താമസിക്കാനെടുത്തേക്കണ ഹോട്ടലിൽ തപ്പി നടന്ന് മടുത്തു. ഇവിടെ ഒരു ബോർഡ് പോലും കാണാനില്ല. പണ്ടാരം പിടിക്കാനായിട്ട് റൂമുകള് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമല്ലാണ്ട് ഇത് മാറ്റിമോ ഇവിടെയാണോ കോസോ ഒരുപാട് 195 എഴുതിയേക്കണേ. അപ്പോൾ എവിടെ ബെഡ്? പക്ഷെ അത് വേറെ ആറ്റിക്കോ 195 എന്ന് പറഞ്ഞാണല്ലോ. ഒരു പിടിയില്ല ഇത് എവിടെയാന്നുള്ളത്. പെട്ടടേ ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതാണ് സംഭവം. സെല്ല് പൊട്ടിക്ക് സ്കാല ഇന്തേറോ 21 മീൻ സ്കാല ആന്ന് എഴുതിയേക്കണേ. ഇന്തേറിന് 21 എഴുതിയേക്കണേ. നമ്മളെടുത്തേക്കുന്ന ഒരു നമ്മള് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ളതാണ്. പുള്ളിയെ കണ്ട് സമാധാനമുണ്ട്. നേരെ ഡയറക്റ്റ് അങ്ങോട്ട് കയറി പോവാം. ലിഫ്റ്റ്